മരുന്നോ ഓപ്പറേഷൻ കൊണ്ടോ ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. പക്ഷേ സ്വയം തിരുത്താൻ തയ്യാറായാൽ ജീവിതശൈലി രോഗങ്ങൾ മാറും. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ബ്ലഡ് പ്രഷറിന്റെ ഒരു ഇഷ്യൂ ഇപ്പം വളരെ കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് കുറേം കൂടെ ഡയഗ്നോസ് ചെയ്യുന്നതിന്റെ ആവാം. കൂടാതെ പല കാരണങ്ങൾ കൊണ്ട് ബ്ലഡ് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടെ ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് ശരിക്കും ബ്ലഡ് പ്രഷർ എന്ന് പറയുമ്പോൾ അത് സാധാരണ കാണുന്നത് ഒരു നമ്പറാണ്, അല്ലെങ്കിൽ 2 നമ്പേഴ്സാണ്. പക്ഷേ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉള്ള സ്റ്റഡീസ് പറയുന്നത് ഈ ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ വെറും നമ്പർ മാത്രമല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡയഗ്നോസിസ് ആണ് വേറെ അസുഖങ്ങളുടെ കാര്യത്തെപ്പറ്റി. അപ്പം ഈ ബി പി എന്ന് പറയുന്നത് ഒരു നമ്പറിന്റെ തിരുത്തലായിട്ട് മാത്രം കണ്ടുകൂടാ എന്നുള്ളതാണ് പറയുന്നത്. അത് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ബി.പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മള് പ്രഷർ നമ്മളുടെ ഹാർട്ടിൽ പമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ രക്തക്കുഴലുകളിലേക്ക് ബ്ലഡ് വരികയാണ്. അത് എല്ലാ സെല്ലിലും എത്തിക്കണം. നമ്മുടെ ബോഡിയിൽ ഏകദേശം 50 ട്രില്യൺ സെൽസ് ആണുള്ളത്. അപ്പോൾ ഈ എല്ലാ സെല്ലിനും ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അത്രയധികം ഏകദേശം 60 മൈൽസ് ദൂരത്തിലാണ് രക്തക്കുഴലുകളുള്ളത്. അപ്പോൾ ഇതിലേക്കെല്ലാം പമ്പ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ബ്ലഡ് നമ്മുടെ രക്തക്കുഴലുകളിൽ എന്തോരം പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഒരു നമ്മൾ വാട്ടർ പമ്പ് ചെയ്യുമ്പോൾ പൈപ്പിനകത്തൂടെ ഒരു പ്രഷർ വരുമല്ലോ. ആ പ്രഷറിനെയാണ് നമ്മൾ ഈ ബി.പി ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് കൂടുതലാകുമ്പോൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അത് നമ്മുടെ ബോഡിയിൽ 3 തരം സർക്കുലേഷൻ ഉണ്ട്. നമ്മൾ സിസ്റ്റമിക്, അതായത് നമ്മുടെ സാധാരണ എല്ലായിടത്തേക്കും ഉള്ളതിനെയാണ് സിസ്റ്റമിക് എന്ന് പറയുന്നത്. അതിനാണ് സിസ്റ്റമിക് ഹൈപ്പർ ടെൻഷൻ. അതാണ് നമ്മൾ ഈ ബി.പി കയ്യെ കെട്ടി അളക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. അത് ലിവറിൽ കൂടി ഒരു സർക്കുലേഷൻ ഉണ്ട്. പിന്നെ ലങ്സിൽ കൂടി ഒരു സർക്കുലേഷൻ ഉണ്ട്. ലിവറിൽ കൂടിയുള്ള സർക്കുലേഷന് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, പോർട്ടൽ പ്രഷർ എന്ന് പറയും. അത് കൂടുന്നതിന് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. അത് ലിവർ സിറോസിസ് ഒക്കെ വരുമ്പോഴാണ് അത് കൂടുന്നത്. പിന്നെ ലങ്സിലുള്ളത് പൾമണറി ഹൈപ്പർ ടെൻഷൻ. അവിടെ പ്രഷർ കൂടി അത് പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും. അത് ലങ്ങിനും രോഗങ്ങൾ വരുമോ അല്ലെ ഹാർട്ടിന് രോഗം വരുമോ ചെയ്യുമ്പോഴാണ് ഈ പൾമണറി ഹൈപ്പർ ടെൻഷൻ വരുന്നത്. അപ്പം നമ്മൾ ഈ ബേസിക്കലി ഈ നമ്പർ മാത്രമല്ല, നമ്മളുടെ സിസ്റ്റമിക്, നമ്മളുടെ മൊത്തത്തിൽ ബോഡിയിലെ സർക്കുലേഷനിലെ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുന്നിരിക്കുന്നു. രക്തക്കുഴലുകൾക്ക് വികസിക്കാനുള്ള ശേഷി കുറയുന്നു, അല്ലെങ്കിൽ ബ്ലഡ് വോളിയം കുറയുന്നു, അല്ലെങ്കിൽ ഹാർട്ടിന് അതിൻ്റെ കപ്പാസിറ്റിയിൽ വ്യത്യാസം വരുന്നു. ഇതൊക്കെ കൊണ്ടാണ് നമ്മളുടെ പ്രഷർ കൂടുന്നത്. അപ്പം നമുക്ക് ബി.പി അല്ല, ശരിക്കും പറഞ്ഞ ഡയഗ്നോസിസ് എന്നുള്ളത് ഒരു സൈനാണ്. സിംറ്റം നമ്മൾ പേഷ്യന്റിന് ഫീൽ ചെയ്യുന്നതിന് സിംറ്റം എന്നും പറയും. നമ്മൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ പ്രൊഫഷണൽ കണ്ടെത്തുന്ന ഒരു രോഗി, ഇപ്പം എനിക്ക് ക്ഷീണമാണ്, അല്ലെ തലവേദനയാണ്, അല്ലെങ്കിൽ പനിയാണെന്ന് പറഞ്ഞാണല്ലോ വരുന്നത്. അത് രോഗിക്ക് തോന്നും. പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽസ് കണ്ടെത്തുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ നോക്കി കാണുന്നതിനെയാണ് സൈൻ എന്ന് പറയുന്നത്. നമ്മൾ ബ്ലഡ് എടുത്ത് ബ്ലഡ് ബി.പി പാറ്റേഴ്സ് എടുത്ത് നോക്കി ചെയ്യുമ്പോൾ അത് ബ്ലഡ് പ്രഷർ കണ്ടുപിടിക്കുന്നത് അതൊരു സൈനാണ്. പക്ഷെ അത് റിയലി നമ്മളെപ്പോഴും ഡയഗ്നോസ് എഴുതുമ്പോൾ ഹൈപ്പർ ടെൻഷൻ, പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ ഡയഗ്നോസ് എഴുതും. പക്ഷെ അതിനപ്പുറത്തേക്ക് ഡെപ്തിലേക്ക് പോയി കഴിയുമ്പം അതിൻ്റെ റീസണാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്തുകൊണ്ട് ആ പ്രഷർ വന്നു എന്നുള്ളതാണ്, പ്രഷർ എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതാണ് റിയൽ ആയിട്ടുള്ള ഡയഗ്നോസ്. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ബി പിക്ക് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷന് മരുന്ന് വെച്ച് ആ ബി പി നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളത്. അതെന്തുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ എന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗവൺമെൻറ് ഒരു മരുന്നും ബി പി ക്യൂർ ചെയ്യാനായിട്ട് ഉള്ളതായിട്ട് അംഗീകരിക്കുന്നില്ല. അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മുടെ സർക്കാരും ഗവൺമെൻറ്റും റെഗുലേഷൻസ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഈ മരുന്ന് കഴിച്ച് ബി പി മാറി എന്ന് പറയുന്നതിന് എന്തർത്ഥമുണ്ടെന്ന് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസ് ഇതിനെപ്പറ്റി എന്താണ് മനസ്സിലാക്കേണ്ടത്? ബി.പി കഴിച്ച ആരുടെയും പ്രഷർ മാറാറില്ല. പ്രഷറിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് കഴിക്കണം. ഇപ്പം നമ്മൾ ഡോക്ടറാണെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് എല്ലാ ദിവസവും കറക്റ്റായിട്ട് എടുക്കുക. എല്ലാ സമയവും ഒരേ നേരം തന്നെ എടുക്കുക. അതാണ് കറക്റ്റായിട്ടുള്ള ബി.പിക്ക് മരുന്ന് കഴിക്കുമ്പം നമ്മൾ നോക്കേണ്ട കാര്യം. എല്ലാ നേരത്തും കൃത്യമായിട്ട്, ഇപ്പോൾ 8 മണിക്കാണ് എടുക്കുന്ന ആ 8 ഒരു സിംഗിൾ ഡോസ് മെഡിസിനാണ് 8 മണിക്ക് എടുക്കുന്നതാണ്, അത് 8 മണിക്ക് തന്നെ എടുത്തിരിക്കണം. അത് മറന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് പല മരുന്നുകളെയും പോലെയല്ല, ബി.പിയുടെ മരുന്നുകൾ ചിലപ്പോൾ അത് ഷൂട്ടപ്പ് ചെയ്യും. അതിന് ഒരു ആക്ഷൻ ഒരു ഇത്ര സമയം ഉണ്ടാവും. ഇപ്പോൾ 12 മണി 8 മണിക്കൂറുള്ള ആക്ഷൻ ഉള്ളതാണ്. 8 മണിക്കൂർ കഴിയുമ്പോഴേക്കും അത് റീബൗണ്ട് ഇഫക്റ്റ് പോലെ വരാം. ചിലപ്പോൾ അത് 8 മണിക്കൂർ, ശരിക്കും 12 മണിക്കൂറുള്ള മരുന്നായിരിക്കും. അപ്പം 8 മണിക്കൂറായിട്ട് തരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് വന്നെന്നിരിക്കുകയില്ല.
പക്ഷെ അത് വരാം. അതുകൊണ്ടാണ് എല്ലാ സമയത്തും സ്റ്റിക്ക് ചെയ്ത് കൃത്യസമയത്ത് തന്നെ മരുന്ന് കഴിക്കണമെന്ന് പറയുന്നത്. ബിപിയുടെ കാര്യത്തിൽ അതാണ്. കാരണം നമ്മളെപ്പോഴും പ്രഷർ കൂടി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് വെസൽസ് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. എപ്പോഴും കൂടി നിന്നോട്ടെ എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്. നമ്മളെപ്പോഴും മരുന്ന് കഴിച്ച് 3ഉം 4ഉം മരുന്ന് കഴിച്ച് ബിപി 120/80 ആക്കി നിർത്താൻ നോക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോയി, അല്ലെങ്കിൽ കയ്യിലുള്ള മരുന്ന് തീർന്നു പോയി, അല്ലെങ്കിൽ മരുന്ന് കാണാനില്ല. ഒരു നേരമോ 2 നേരമോ മരുന്ന് കഴിച്ചില്ലെങ്കിൽ വാട്ട് ഹാപ്പൻ, നമ്മൾ പെട്ടെന്ന് 120 നിന്നിരുന്ന ആളുടെ ബിപി 200ഉം 220, 120ലേക്കൊക്കെ കയറി പോകുമ്പം ഈ അത്രയും ആ പ്രഷർ പെട്ടെന്ന് ആ വരുന്ന വേരിയേഷൻ താങ്ങാൻ നമ്മുടെ രക്തക്കുഴലുകൾക്ക് സാധിക്കാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വന്ന് ചിലപ്പോൾ പൊട്ടാം. അങ്ങനെ വരുമ്പോഴാണ് ഈ ഹെമറാജിക് സ്ട്രോക്ക് ഒക്കെ ഉണ്ടാകുന്നത്. പലപ്പോഴും അങ്ങനെയാണ്. ഈ ഹെമറാജിക് സ്ട്രോക്ക് വരുന്നത് പലപ്പോഴും ബിപി മരുന്നുകളുടെ ഡോസ് മിസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആയിരിക്കാം അങ്ങനെ വരുന്നത്. പലപ്പോഴും അത് സംഭവിക്കാറുണ്ട്. 1 2 ദിവസം ആ സെയിം മരുന്ന് കിട്ടിയില്ല എന്നും പറഞ്ഞ് മേടിക്കാതിരിക്കുക. അല്ലെങ്കിൽ ആ മരുന്ന് അവൈലബിൾ അല്ല അതുകൊണ്ട് കഴിക്കാതിരുന്ന്. അങ്ങനെ വന്നു കഴിയുമ്പോൾ 1 2 ദിവസം കഴിയുമ്പോഴേക്കും ബിപി പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്യും. അത് താങ്ങാൻ ബ്രെയിനിലെ രക്തക്കുഴലുകൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ നേരിയതാണ്. അതാണ് ഏറ്റവും പൊട്ടാൻ സാധ്യതയുള്ളത്. പക്ഷെ അതേസമയത്ത് മറ്റുള്ള സ്ഥലത്ത് അത്രയും ഡാമേജ് വരാറില്ല. പക്ഷേ ഈ അനൂറിസം ഒക്കെ പോലെയുള്ള അബ്ഡോമിനൽ അനൂറിസം ഒക്കെ ഉള്ളവർക്കാണേലും ഈ സെയിം തിങ് വരാം. പ്രഷർ കൂടുമ്പം ഈ ഡാമേജ്ഡ് ആയിട്ടുള്ള രക്തക്കുഴലുകളിൽ കൂടെ പൊട്ടാം. അല്ലെങ്കിൽ അവിടെ ക്ലോട്ട് വരാനുള്ള സാധ്യത വരും. മൾട്ടിപ്പിൾ മെക്കാനിസത്തിലാണ്, പല രീതിയിൽ ഇത് നമുക്ക് ശരീരത്തിന് ഡാമേജ് വരുത്താം. നമ്മൾ ബി പിയുടെ കാര്യം പറയുമ്പോൾ ഈ ബി പിയുടെ നമ്പേഴ്സ് കുറയ്ക്കണം എന്നുള്ളത് ഡെഫിനറ്റ്ലി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ്. എന്താ വെച്ചാൽ ബി പിയുടെ ലെവൽ കൂടിയിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ റിസ്ക് കൂട്ടും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബി പിയുടെ നമ്പർ കുറയ്ക്കുമ്പോൾ ഈ റിസ്കുകൾ കുറയ്ക്കാനായിട്ട് ഈ ബി പിയുടെ നമ്പർ മാത്രം കുറച്ചാണോ നമ്മൾ റിസ്കുകൾ അകറ്റാൻ നോക്കുന്നത്, അല്ലെങ്കിൽ ബി പിയുടെ നമ്പേഴ്സ് കുറയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും അത് കാരണം ഉണ്ടാകുന്ന റിസ്കുകൾ കുറയ്ക്കാനോ മാറ്റാനോ ശ്രമിക്കാറുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു ബി പി പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൽ ഈ നമ്പർ കുറയ്ക്കൽ മാത്രമാണോ നടക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാര്യം കറക്റ്റ് ചെയ്യാനായിട്ട് എന്താണ് ചെയ്യുന്നതെന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോംപ്ലിക്കേഷൻ വരുന്നത് ആ പിന്നിലുള്ള കാരണം കൊണ്ടും കൂടെയാണ്. അപ്പോൾ അതിനൊരു വലിയ പങ്കുണ്ട് ഇതിൽ. അപ്പം പേഷ്യൻസിന് അത് ഏത് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്? ബിപിയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, മോഡേൺ മെഡിസിനിലെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഫെയിൽ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ മരുന്നിലേക്ക് പോകേണ്ടത്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യേണ്ടത് പേഷ്യൻ്റ് ആണ്, ഡോക്ടറല്ല. ഡോക്ടർ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്താൽ രോഗിയുടെ ബി പി കുറയല്ല. ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പം അത് മനസ്സിലാക്കി അതെന്തോ ഒരു ഇഫക്റ്റീവായിട്ട് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. അപ്പം നമുക്ക് ഇതിപ്പോൾ അഡ്വൈസ് മാത്രമേ ഉള്ളൂ. ശരിക്കും അങ്ങനെ അഡ്വൈസ് മാത്രം വരുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഈ മരുന്നിലേക്ക് പോകേണ്ടി വരുന്നത്. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ അത്ര കോൺഫിഡൻ്റ്ലി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ, അതൊരു മെത്തഡോളജിക്കലായിട്ട് ചെയ്യുകയാണെങ്കിൽ 3ഉം 4ഉം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് പോലും മരുന്നിൽ നിന്ന് മാറാൻ പറ്റുന്നുണ്ട്. വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും. അപ്പം ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഈ കൂടുതൽ പേഷ്യൻസ് മരുന്നിലേക്ക് പോകേണ്ടി വരുന്നത്. അത് പ്രത്യേകിച്ചും നമ്മൾ പ്രഷർ എന്ന് പറഞ്ഞാൽ 2 ടൈപ്പായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ. ഇപ്പൊ എല്ലാ പ്രഷറിനും ഉണ്ട് ഒരു റീസൺ ഉണ്ട്. പക്ഷെ മേജർ റീസൺസ് കിടക്കുന്നതിനെ മാത്രമേ ഇപ്പൊ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആയിട്ട് കാണുന്നുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം വേഗം പ്രൈമറി ഹൈപ്പർ ടെൻഷൻ. അപ്പം ഇപ്പം മോഡേൺ മെഡിസിൻ അനുസരിച്ച് 90% പ്രൈമറി ഹൈപ്പർ ടെൻഷനാണ്. ഈ സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് അത് ഓൾറെഡി കിഡ്നി ഫെയിലിയർ കൊണ്ടുവന്നിരിക്കുന്ന, അല്ലെങ്കിൽ കിഡ്നിക്ക് മേജർ ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുഷൻ സിൻഡ്രോം എന്നും പറഞ്ഞ് ഒരു മേജർ ഹോർമോണൽ അബ്നോർമാലിറ്റി ഉണ്ട്. അതുപോലെ ഹോർമോണിന്റെ പ്രശ്നം കൊണ്ട്, ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് വരുന്നത്. പിന്നെ അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം കൊണ്ട് വരുന്നത്. അങ്ങനെ ക്ലിയർ കട്ട് ആയിട്ടുള്ള രോഗങ്ങൾ കൊണ്ടുള്ളതിനെ നമ്മൾ സെക്കൻഡറി എന്ന് പറയും. ബാക്കിയുള്ളത് നമ്മൾ ഈ മെറ്റബോളിക് സിൻഡ്രോമിൽ വരുന്ന, നമ്മളല്ലാത്ത എല്ലാവർക്കും ഈ 90%ന് നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ ഒരു റീസൺ ഉണ്ട്. അത് ലൈഫ് സ്റ്റൈൽ ഡിസീസ്, പ്രൈമറി ആണെങ്കിലും സെക്കൻഡറി ആണെങ്കിലും ഇതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസിലാണ് വരുന്നത്. അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ വരുമ്പോഴേക്കും അത് ലൈഫ് സ്റ്റൈലിലേക്കാണ്. ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നം കൊണ്ട് വരുന്ന, മെറ്റബോളിസത്തിൽ വരുന്ന പ്രശ്നമാണ് ആദ്യം വരുന്നത്. അത് കഴിയുമ്പോൾ അതിനൊപ്പം തന്നെ ഹോർമോണൽ ഇംബാലൻസസ് വരും, പിന്നെ ഇമ്മ്യൂണോളജിക്കൽ ഇംബാലൻസ് വരും. ഇതെല്ലാമാണ് നമ്മുടെ പ്രഷർ കൂട്ടുന്നത്. അപ്പം അത് നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട്, നമ്മൾ സിസ്റ്റമാറ്റിക്കലി ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ അത്
നമ്മൾ മരുന്നില്ലാതെ തന്നെ ഒരു 95% നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഈ സെക്കൻഡറി പോലെയുള്ള എന്തെങ്കിലും നമ്മൾ കണ്ടെത്താനാകാത്ത കാര്യങ്ങളൊക്കെ കിടക്കുന്നതിനാണ് ഇതിൽ ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പം ശരിക്കും ഈ ബിപിയുടെ കാര്യം പറയുമ്പോൾ സാധാരണ ഈ മെറ്റബോളിക് ഡിസീസസ് അല്ലാത്ത മെറ്റബോളിക് ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ് അല്ലെങ്കിൽ കൊളസ്ട്രോള് ട്രൈഗ്ലിസറൈഡ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒരുമിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് എല്ലാം ഒരുമിച്ച് കാണുന്ന ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഈ ബി പിയുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ മെറ്റാബോളിക് ഡിസീസസിൻ്റെ ട്രീറ്റ്മെൻറ്റും പാരലായിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വെച്ച് അത് കൂടുതൽ ബെറ്റർ ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയാൻ പറ്റും? മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുമ്പം ശരിക്കും യൂഷ്വലി നമ്മൾ ഈ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ നമ്മൾ 90% ഹൈപ്പർ ടെൻഷനും അതിൻ്റെ ഒരു പാർട്ടാണ്. ഈ മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ പാർട്ടായിട്ടാണ് വരുന്നത്. അതിനകത്ത് വരുന്ന ഒന്ന് ഒബേസിറ്റി ഉണ്ടാവും, പിന്നെ ഡയബറ്റിസ്, കൊളസ്ട്രോൾ, ഹൈപ്പർ ടെൻഷൻ. ഇത് മൂന്നും ഒന്നിച്ച് അല്ലെ ഡിസ്ലൈപ്പിഡീമിയ എന്ന് പറയും. കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡും ഒക്കെ കൂടുന്നത്. പിന്നെ യൂഷ്വലി അങ്ങനെയുള്ളവർക്ക് ഫാറ്റി ലിവറും ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ യൂഷ്വലി മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഡയബറ്റീസിന് മരുന്ന് കൊടുക്കും, പ്രഷറിന് മരുന്ന് കൊടുക്കും, വെയിറ്റ് കുറയ്ക്കാനായിട്ട് പറയും, അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറയും. മിക്കവാറും പേഷ്യൻസിന് ഇതൊന്നും പറ്റുകയില്ല. പിന്നെ ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഒരു കറക്ഷന് വേണ്ടിയിട്ട് മരുന്ന് കൊടുക്കും. പക്ഷേ പേഷ്യൻറ്റ് ഡയറ്റ് കൺട്രോൾ ചെയ്യാനും പറ്റാതെ വരുമ്പോൾ അവരിങ്ങനെ ക്രോണിക് മെഡിസിനിലേക്ക് തന്നെ പോകും. ഞാനതിനൊരു ഒരു പേഷ്യൻ്റ് ഇങ്ങനെ ഒരു മെറ്റബോളിക് സിൻഡ്രോം ആയിട്ടുള്ളത് മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉള്ള ഒരു പേഷ്യൻ്റെ എക്സാമ്പിൾ തന്നെ പറയാം. ഇതൊരു 58 ഇയർ ഓൾഡ് ലേഡിയാണ്. അവർക്ക് 158 സെൻറ്റിമീറ്റർ ഹൈറ്റും 118 കിലോയാണ് അവരുടെ വെയിറ്റ്. അപ്പം ക്ലിയർലി അമിതവണ്ണമുണ്ട്, പ്രഷറിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്, ഷുഗറിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ആക്ച്വലി പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിന് വേണ്ടിയിട്ട് ഒരു 9 തരം ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ബ്ലഡ് തിന്നർ ഉണ്ട്. പിന്നെ അവർക്ക് മൾട്ടിപ്പിൾ പ്രോബ്ലംസാണ്. ഞാൻ ഇപ്പോൾ എല്ലാ മരുന്നിൻ്റെയും കൂടെ പേര് പറയുന്നില്ല. ഇത് ഡയബറ്റീസിന് ഇതെല്ലാം കൂടെ കൂടിയുള്ള മരുന്നുകളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. പക്ഷേ ഇവർ പ്രഷറിനോ ഡയബറ്റീസിനോ ഒബേസിറ്റിക്കോ വേണ്ടിയല്ല എൻ്റെ അടുത്ത് വരുന്നത്. അവരുടെ കാലിൽ വെരിക്കോസ് വെയിൻസ് ആണ്. വെരിക്കോസ് വെയിൻസ് പൊട്ടി ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് അവർക്ക് വെരിക്കോസ് വെയിനും ഉണ്ട്, അതിന് ബ്ലഡും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അന്നേരം പോലും ബ്ലഡ് പോകാതിരിക്കാൻ ബ്ലഡിന് വേണ്ടിയിട്ടുള്ള കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നും ഒക്കെ കൂടി ഇവർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പേഷ്യൻറ്റിന് ഒന്ന് ഞാൻ റിസൾട്ട് പറയാം എന്താണെന്ന്. അപ്പോൾ പ്രഷറിനെ സംബന്ധിച്ചിടത്തോളം ഈ പേഷ്യൻറ്റിന് ഏറ്റവും എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയത് പ്രഷറാണെന്നുള്ളതാണ്. പ്രഷറിന് അവർ എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ടെൽമയുണ്ട്, ക്ലിനിഡിപ്പിൻ ഉണ്ട്, അതുപോലെ മെറ്റപ്രലോൾ ഉണ്ട്, ടെൽമിസാർട്ടാൻ ഉണ്ട്. അപ്പോൾ 3 മരുന്നുകൾ ബ്ലഡ് പ്രഷറിന് വേണ്ടി തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻ്റാണ്. അവരുടെ ബേസിക്കലി 90 ഡേയ്സ് ആയപ്പോഴേക്കും അവരുടെ ഗ്രാജ്വലി കുറച്ചുകൊണ്ട് വന്ന് ബി പിയുടെ മരുന്നുകളെല്ലാം 30 ദിവസത്തിനുള്ളിൽ നിർത്താൻ പറ്റി. ഇതിപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ 1 തന്നെ നിർത്തും. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇൻസുലിൻ ലെവൽ, ബോഡിയിൽ ഇൻസുലിൻ ആവശ്യത്തിനുണ്ടെങ്കിൽ അവർ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്. ഇവരുടെ HbA1c 7 ഉണ്ടായിരുന്നു. അവർ ഡേ 90 ആയപ്പോഴേക്കും അവരുടെ HbA1c 6 വന്നു. ഡേ 90 ആയപ്പോഴേക്കും അവരുടെ വെയിറ്റ് എത്രയായെന്നും കൂടെ അറിയണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അവൻ ഡേ 90 ആയപ്പോഴേക്കും അവരുടെ വെയിറ്റ് 93 വന്നു. അതായത് 118 കിലോ വെയിറ്റ് ഉണ്ടായിരുന്ന ആൾ 93 വന്നു. അപ്പം ആ ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ ഒരു മരുന്ന് കൊടുത്ത് അത് നമ്മൾ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ മാത്രമേ പറ്റുള്ളൂ. ബി പി കൺട്രോൾ പലപ്പോഴും മരുന്ന് കഴിക്കുന്ന ഈ 3 മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഈ പേഷ്യൻ്റ് ഒന്നും കൺട്രോളിലായിരുന്നില്ല. അതാണ് റിയലി ശരിക്കും ഉള്ള ട്രൂത്ത്. അവർ വൺസ് നമ്മൾ ഈവൻ ഈ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ബി പി 160/90 ആണ്. ഇത് 90 ഡേയ്സ് ഒന്നും അല്ല, 30 ഡേയ്സ് ആയപ്പോൾ തന്നെ ആക്ച്വലി അവരുടെ ബി പി വന്ന് നോക്കുമ്പം 140/80 ഒക്കെയാണ് ക്ലിനിക്കിൽ വന്ന് നോക്കും. പക്ഷെ അവർ വീട്ടിൽ നോക്കുമ്പോൾ 120/80, 110/70 അത്രയത്തിലേക്ക് കുറഞ്ഞു വരുന്നുണ്ടെന്നുള്ളതാണ്. അത്ര ഡിഫറൻസ് ആണ് കിട്ടുന്നത്. അപ്പം അതോടുകൂടി അവരുടെ മെയിൻ വെരിക്കോസ് വെയിനിൽ നിന്ന് ബ്ലഡ് ഒഴുകുന്നതായിരുന്നു അവരുടെ മേജർ പ്രോബ്ലം. അൾസറും ഇതുമെല്ലാം ഹീൽ ചെയ്തു എന്നുള്ളതാണ് അപ്പോഴേക്കും. അപ്പം അത്രയും ബോഡിയിലാണ് ആ ചേഞ്ച് വരുന്നത്. അപ്പം നമ്മുടെ ബയോളജി കറക്റ്റ് ചെയ്യുക, നമ്മുടെ ബോഡിയാണ് കറക്റ്റ് ചെയ്യുമ്പം എല്ലാ രോഗങ്ങൾക്കും ഒന്നിച്ച് തന്നെ ആശ്വാസം കിട്ടും എന്നുള്ളതാണ്. ഈ ബി പി മെഡിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ബി പിയുടെ നമ്പർ കുറയ്ക്കാൻ വേണ്ടി, അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വേണ്ടി പല രീതിയിൽ ആക്ട് ചെയ്യും. അപ്പം അങ്ങനെ ശരിക്കും നമ്മുടെ ഈ രക്തസമ്മർദ്ദം ഇങ്ങനെ കൂടിയിരിക്കുന്നത് തന്നെ ആ ബോഡിക്ക്
ആ രക്തപ്രഷറിന്റെ ആവശ്യം ഉള്ളത് ആയിട്ട് തോന്നുന്നതുകൊണ്ടായിരിക്കും പലപ്പോഴും ഈ രക്തസമ്മർദ്ദം കൂടുന്നത്. അപ്പം നമ്മളിത് മരുന്ന് കഴിച്ച് കുറയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താ കാര്യമെന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിലാണെങ്കിൽ രക്തയോട്ടം കുറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഓക്സിജനും ന്യൂട്രീഷനും എത്താതെ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും വരാറുണ്ട്. അപ്പം നമുക്കിപ്പം ഇങ്ങനെ ഈ മരുന്നുകളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ബി മരുന്ന് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് അറിയുകയും ചെയ്യണം. അപ്പം ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം ഈ ഹാർട്ട് റേറ്റ് വരെയും കുറച്ചിട്ട് ബി കൺട്രോൾ ചെയ്യുന്ന മരുന്നുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഹാർട്ട് റേറ്റ് കുറച്ച് ബി കൺട്രോൾ ചെയ്യുമ്പോൾ ശരിക്കും എന്തൊക്കെയാണ് ആ പേഷ്യൻ്റ് അനുഭവപ്പെടുന്നത്? ബിപി നമ്മൾ കൂടുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസമാണ് ബിപി. രക്തഓട്ടം കുറയുമ്പം രക്തത്തിന്റെ ഓട്ടം കൂട്ടാൻ വേണ്ടിയിട്ട് ഹാർട്ട് സ്ട്രോങ്ങർ ആയിട്ട് പമ്പ് ചെയ്യേണ്ടി വരും. ഇപ്പൊ ബിപി കൊണ്ട് എന്തിനാ നമ്മളെപ്പോഴും അറിയാം ഹാർട്ട് പേഷ്യൻസിനാണ് മിക്കവാറും പേഷ്യൻസിനും ബി പി കൺട്രോൾ ചെയ്യണമെന്ന് പറയുന്നതിന്റെ തന്നെ കാരണം ബ്രെയിനിൽ ഹെമറേജ് വരാം, ഹാർട്ട് അറ്റാക്ക് വരാം, അല്ലെങ്കിൽ കിഡ്നിക്ക് ഡാമേജ് വരാം, കണ്ണിന്റെ കാഴ്ച പോവാം. ഇതൊക്കെയാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ബി പി കൊണ്ട് വരാവുന്ന ലോങ് ടൈം കോംപ്ലിക്കേഷൻസ് വരുന്നത്. പിന്നെ കാലിലേക്കുള്ള രക്തക്കുഴലുകൾക്ക് ഇത് വന്ന് അങ്ങോട്ടുള്ള രക്തയോട്ടം കിട്ടാതെ വന്നു കഴിയുമ്പം കാലിൽ വ്രണങ്ങൾ വരാം. അപ്പം നമ്മുടെ രക്തക്കൊഴലുകൾ എല്ലായിടത്തും ഉണ്ട്. അതിനേക്കുള്ള ഓട്ടം കുറഞ്ഞു കഴിയുമ്പോൾ രക്തം കിട്ടാതെ വരുമ്പോൾ ബി പി കൂടും. അപ്പം ഹാർട്ട് കൂടുതൽ വരും, കൂടുതൽ പമ്പ് ചെയ്യും. കൂടുതൽ പമ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ടിന്റെ മസിൽ കൂടുതൽ വണ്ണം വെച്ച് വരും. നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, മസിൽ വണ്ണം വെക്കുന്ന പോലെ ഹാർട്ടിന്റെ മസിലിന്റെ വണ്ണം വെക്കും. അപ്പം നമുക്ക് കൂടുതൽ രക്തം വേണം. ഹാർട്ടിന്റെ മസിലിന് തന്നെ കൂടുതൽ രക്തം വേണ്ടി വരും. അപ്പൊ പലപ്പോഴും എന്താ ഈ രക്തക്കൊഴലുകൾ ഈ കൊഴുപ്പടിഞ്ഞാണ്. യൂഷ്വലി നമ്മൾ പറയുമല്ലോ ഈ സ്റ്റെന്റൊക്കെ ഇടുന്ന എന്തിനാ, ആ കൊഴുപ്പിനെ നമ്മൾ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് അവിടെ ഒരു ഓട്ടം ബ്ലഡിനൊന്ന് സ്മൂത്തായിട്ട് പോകാനായിട്ടൊരു മെറ്റൽ ഒരു സ്പ്രിങ് പോലെ വെച്ചിട്ട് നമ്മൾ അതിനെ വികസിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്നാലും വലിയ രക്തക്കൊഴലുകൾക്ക് നമുക്ക് ഈ സ്റ്റെന്റ് പോലും ഇടാൻ പറ്റുള്ളൂ. ചെറിയ രക്തക്കൊഴലുകൾക്ക് അതും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ സ്റ്റെന്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൈനർ അറ്റാക്കോ അതിന്റെ താഴേക്കോ ഉള്ള രക്തക്കൊഴലുകൾക്ക് വലിയ വ്യത്യാസം അവിടെയും ഡാമേജ് ഉണ്ടെങ്കിൽ, അവിടെയും കൊഴുപ്പടിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരിടത്തെ മാറ്റി കുറച്ചൊന്ന് കൊടുത്താലും അങ്ങോട്ട് രക്തം ഒഴുകാൻ പറ്റാതെ വരും. അപ്പം ഈ ഹാർട്ടിന്റെ മസിലിന് ആവശ്യത്തിന് രക്തം കിട്ടാതെ വരുമ്പോഴാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരികയും ആൻജിന പെയിൻ ഒക്കെ വരുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രക്തക്കൊഴലുകൾക്കുള്ള ആ ഡാമേജുകൾ അല്ലെങ്കിൽ അതിലെ രക്തം ഒഴുകാൻ പറ്റാത്തത് കൊണ്ട് പ്രഷർ കൂടുന്നു. അപ്പൊ നമ്മൾ ഈ രക്തക്കൊഴലുകളെ വികസിപ്പിക്കാൻ അതിന്റെ ഇത് ഹാർട്ടിന്റെ ബീറ്റ് കുറയ്ക്കാൻ നമ്മൾ ബീറ്റ ബ്ലോക്കേഴ്സ്, അറ്റനലോൾ അങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുറെ വരുന്ന കുറച്ച് മരുന്നുകളുണ്ട്. ഇതെല്ലാം ഹാർട്ടിന്റെ ബീറ്റും അതുപോലെ കുറയ്ക്കാനും നമ്പർ ഓഫ് ബീറ്റ്സ് കുറച്ച് പ്രഷർ കൺട്രോൾ ചെയ്യാൻ, അതുപോലെ അതിന് രക്തക്കൊഴലുകൾ ഹാർട്ടിൽ മാത്രമല്ല രക്തക്കൊഴലുകളുടെ മസിലിലും അതിന് ആക്ഷൻ ഉണ്ട്. അതുപോലെ പിന്നെ വേറൊരു ടൈപ്പ് മരുന്നുള്ളതാണെങ്കിൽ ഈ കിഡ്നി റിലേറ്റഡ്, ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയാണ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും ഒരു മെയിൻ ഫാക്ടർ വരുന്നത്. അപ്പോൾ കിഡ്നിയിൽ ഒരു റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്ററോൺ മെക്കാനിസം ഉണ്ട്. റെനിൻ കിഡ്നി ഉണ്ടാക്കും, ആൻജിയോടെൻസിൻ ലിവർ ഉണ്ടാക്കും, ആൽഡോസ്റ്ററോൺ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ടാക്കും. ഇവർ 3 പേരും കൂടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ബി പി കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ബ്രെയിനിൽ നിന്നുള്ള കുറച്ച് ഹോർമോൺസ്, വാസോപ്രസിൻ എന്നൊക്കെ പറഞ്ഞ ഹോർമോൺ ഉണ്ട്. പിന്നെ ഹാർട്ട് തന്നെ ഉണ്ടാക്കുന്ന ANP, BNP എന്നൊക്കെ പറഞ്ഞ് ചില ഹോർമോൺസ് ഉണ്ട്. പിന്നെ ഈവൻ നമ്മുടെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ഈ ഫാറ്റിൽ നിന്ന് വരുന്ന പല കെമിക്കൽ മീഡിയേറ്റേഴ്സും ഉണ്ട്. ഇവരെല്ലാം കൂടെ കൂടിയാണ് ഈ ബി പി കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുന്ന ഇറഗുലാരിറ്റീസ് കൊണ്ടാണ് നമുക്ക് ബി പി കൂടാൻ കാരണം. അപ്പൊ നമ്മൾ മരുന്നായിട്ട് കൊടുക്കുന്നത് നമ്മൾ ഈ മെക്കാനിസത്തിൽ എവിടെയെങ്കിലും ബ്ലോക്ക് വരുത്തും. അതായത് നമ്മുടെ ബോഡി നാച്ചുറലി പ്രഷർ കൂട്ടി ബ്ലഡ് എത്തിക്കാൻ നോക്കുന്നു. പക്ഷെ നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്ത് ആ പ്രഷർ കുറച്ച് നിർത്താൻ നോക്കുന്നു. പക്ഷെ പ്രഷറിന്റെ മരുന്നൊന്നും നമ്മളുടെ ബേസിക് റൂട്ട് കോസിനെ, അതായത് ഇതിന് യഥാർത്ഥ കാരണത്തെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. നമ്മൾ ആ സിംറ്റം മാത്രമേ കൺട്രോൾ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ മരുന്നിന്റെ ആക്ഷൻ കഴിയുമ്പോഴേക്കും വീണ്ടും പ്രഷർ ഷൂട്ടപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം പ്രഷർ കൂടുമല്ലോ. അതിന് കാരണം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള കോസിനെ അല്ല ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ സിംറ്റം, ശരി സിംറ്റം എന്ന് പറയാൻ പറ്റില്ല, സൈൻ, ആ ഒരു നമ്പറിനെ മാത്രം ട്രീറ്റ് ചെയ്യുന്നെന്ന് പറയുന്നത്. നമ്പർ കുറച്ച് നിർത്തുന്നേ ഉള്ളൂ, നമ്മളെ പ്രോബ്ലം നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുന്നില്ല. ഈ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഉപ്പ് കുറയ്ക്കണം, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബി പി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബി പി കുറയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ അതേസമയം പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഈ ഷുഗർ എത്രമാത്രം
ബി പി ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണമാവുന്നു എന്നുള്ളത്. ഷുഗർ എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ അങ്ങനെ കാർബോഹൈഡ്രേറ്റോ എക്സസ് ആയിട്ടുള്ളത് ഷുഗറായി മാറുന്നതാണെങ്കിലും. അപ്പം ശരിക്കും പേഷ്യൻസ് ഈ കാര്യത്തെപ്പറ്റി എന്താണ് മനസ്സിലാക്കേണ്ടത്? See, ഈ ബി-പി, ഷുഗർ, കൊളസ്ട്രോള് ഇതെല്ലാം ഒരു മെറ്റബോളിക് സിൻഡ്രോം, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസീസ് ഒന്നിച്ചായിട്ടായിരിക്കും വരുന്നത്. ചിലർക്ക് ആദ്യം ബി പി ആയിരിക്കും വരുന്നത്, ചിലർക്ക് ആദ്യം അല്ലെങ്കിൽ ഷുഗർ ആയിരിക്കും വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റോ ഈവൻ ഷുഗറോ കഴിച്ചു കഴിയുമ്പം നമ്മളുടെ ഗ്ലൂക്കോസ് ഇൻസുലിൻ ലെവൽ കൂടും. ഗ്ലൂക്കോസ് കൂടും, ബ്ലഡിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻസുലിൻ വരും. ഈ ഇൻസുലിനാണ് നമ്മൾ ഈ കഴിച്ച ഗ്ലൂക്കോസിനെ ഉപയോഗത്തിൽ കൂടുതൽ ഉള്ളതിനെ കൊണ്ടുപോയി കൊഴുപ്പാക്കി മാറ്റി നമ്മുടെ ബോഡിയിലെ ആഡിപ്പോസ് ടിഷ്യൂ അല്ലെങ്കിൽ കൊഴുപ്പ് കോശങ്ങളിൽ കൊണ്ട് സംഭരിക്കും. അത് നമുക്ക് അതിന് നമ്മളുടെ ഇൻസുലിന് പറ്റാതെ വരുമ്പോഴാണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ ഈ കൊഴുപ്പിൻ്റെ അളവ് കൂടി വന്ന് ഇൻസുലിൻ ആക്ട് ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്. ഈ ഇൻസുലിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻസുലിൻ സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും. നമ്മൾ ബി പി ഉള്ളവരൊക്കെ ഉപ്പ് കുറയ്ക്കണമെന്ന് പറയുമല്ലോ. ഈ ഇൻസുലിൻ്റെ ഒരു നേച്ചറാണ് സോഡിയം നമ്മുടെ യൂറിനിൽ കൂടെ പോകാതെ അതിനെ മുഴുവൻ പിടിച്ചു വയ്ക്കും. അപ്പം നമ്മുടെ ബ്ലഡ് വോളിയം കൂടും. ബ്ലഡ് വോളിയം കൂടുമ്പോൾ പ്രഷർ കൂടും. നമ്മുടെ ബ്ലഡിൻ്റെ നമ്മൾ 90% ഓഫ് ദ ബ്ലഡ് നമ്മൾ രക്തക്കുഴലുകളിലാണ്, ഹാർട്ടിനകത്ത് അധികം സംഭരിച്ചു വെക്കുന്നില്ലല്ലോ, ഹാർട്ട് ചെറുതല്ലേ. അപ്പം നമ്മൾ 5 ലിറ്റർ ബ്ലഡ് ഉള്ളത് നമ്മൾ ഈ രക്തക്കുഴലുകളിൽ കൂടി എപ്പോഴും സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത് വേറെ ഒരിടത്ത് ഇരിക്കുകയല്ലേ തന്നെ. അപ്പം മൊത്തത്തിൽ ഈ സോഡിയത്തിൻ്റെ അളവ് കൂടുമ്പം മൊത്തത്തിൽ ബ്ലഡ് വോളിയം കൂടും, അപ്പോൾ പ്രഷർ കൂടും. അപ്പം അതുകൊണ്ടാണ് ഈ സോഡിയം കുറയ്ക്കണം എന്നുള്ളത് പറയുന്നത്. പക്ഷെ ആ സെയിം സോഡിയം നമ്മൾ കുറച്ച് കഴിഞ്ഞാലും നമ്മുടെ ഇൻസുലിൻ്റെ അളവ് ബോഡിയിൽ കൂടുവാണെങ്കിൽ, നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചോ അല്ലെങ്കിൽ ഷുഗർ കഴിച്ച് ഇൻസുലിൻ്റെ അളവ് കൂടുമ്പോൾ വീണ്ടും പ്രഷർ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈവൻ മരുന്ന് കഴിക്കുമ്പോൾ, ഇപ്പം നമുക്ക് പലർക്കും ഡയബറ്റിക് പേഷ്യൻസിന് അറിയാം, അവർ ഡയബറ്റീസിന് മെഡിസിൻ എടുക്കാൻ തുടങ്ങി അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചക്ഷൻ തുടങ്ങുമ്പോഴേക്കും നേരത്തെ പ്രഷർ ഇല്ലാത്തവർക്കാണെങ്കിലും പ്രഷർ വരും. കാരണം നമ്മൾ കഴിക്കുന്ന ഷുഗറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മിക്കവാറും മരുന്നുകളെല്ലാം നമ്മുടെ ഇൻസുലിൻ്റെ അളവ് വർദ്ധിപ്പിച്ച് നമ്മുടെ ഷുഗർ കൺട്രോൾ ചെയ്യാനാണ്. അവിടെ നമ്മൾ നമ്പർ മാത്രമേ കൺട്രോൾ ചെയ്യാൻ നോക്കുന്നുള്ളൂ. നമ്മുടെ പ്രോബ്ലം എന്താ ശരിക്കും? ടൈപ്പ് 2 ഡയബറ്റീസിലെ പ്രോബ്ലം ഇൻസുലിൻ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാതെ നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റിയെടുക്കാൻ നോക്കാതെ നമ്മൾ ഇൻസുലിൻ്റെ അളവ് കൂട്ടി ഷുഗർ കൺട്രോൾ ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നമ്മൾ തെറ്റായ രീതിയിലാണ് അതായത് ശരിക്കും ഒരു സയൻറ്റിഫിക് രീതിയിലല്ല നമ്മളത് ചെയ്യുന്നത്. ശരിക്കും സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റാനാണ് നോക്കേണ്ടത്. മറ്റേ പ്രഷറിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസുലിൻ കൂടി നിൽക്കുമ്പോൾ പ്രഷർ കൂടും. അപ്പം ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനാണ് നോക്കട്ടെ. അപ്പം ആ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകുമ്പോൾ നമ്മുടെ പ്രഷറിന് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് കൂടുന്നു, ഷുഗർ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസും. ഇത്രയും നാളും ഈ അടുത്ത കാലം വരെ നമ്മളുടെ സ്റ്റഡീസ് എല്ലാം കാണിച്ചിരുന്നത് ഈ ബി പി അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ വരുന്നതിൻ്റെ കാരണം ഈ രക്തക്കുഴലുകളുടെ ഡാമേജ് എന്നാണ്. അപ്പം സാധാരണഗതിയിൽ അത് വർഷങ്ങളായിട്ട് നടന്നു പോയ ഒരു ഡാമേജിൻ്റെ ഒരു സിറ്റുവേഷനിൽ പ്രായമാകുന്നതോടുകൂടിയാണ് ഈ ബി പി ഒക്കെ വരാറുള്ളത്. പക്ഷേ ഇപ്പം മനസ്സിലാക്കുന്നത് കുട്ടികളിലും ബി പി വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ രക്തക്കുഴലിൻ്റെ ഡാമേജിൻ്റെ ഒരു സ്റ്റേജ് എത്തുന്നതിന് മുമ്പ് തന്നെ ബി പി കൂടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി പി കൂടുന്നത് അതിന് വേറെ സിംറ്റംസ് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്തതുകൊണ്ട് പ്രത്യേകിച്ചും പിള്ളേരിൽ ഇത് അങ്ങ് അറിയാതെ പോവുകയും ചെയ്യും. അപ്പം നമുക്ക് അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ സാധാരണ പേരൻസ് ഈ ബി പിയുടെ കാര്യത്തിൽ പിള്ളേരുടെ കാര്യത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നും അതുപോലെ തന്നെ യങ് ആയിട്ടുള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ കൂടെ ഈ ബി പിയുടെ കറക്ഷനൊക്കെ പോസിബിൾ ആണോ? തീരെ കൊച്ചു കുട്ടികൾ ബി പി വരണമെങ്കിൽ 2 കാര്യങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത്. ഒന്ന്, മിക്കവാറും അവർക്കൊരു നെഫ്രൈറ്റിസ്, കിഡ്നിയെ ബാധിക്കുന്ന ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉണ്ട്. അപ്പം യൂറിനിൽ കൂടെ ബ്ലഡ് പോവുക, പെട്ടെന്ന് പ്രഷർ കൂടുക, നീര് കെട്ടുക, ഇങ്ങനെയൊക്കെ വരുന്ന കൊച്ചു കുട്ടികൾക്ക് വരുന്ന സാധാരണ ബി പി വരുന്നപ്പോഴാണ്. അത് ഈ യൂറിൻ മിക്കവാറും കറുപ്പ് നിറത്തിലേക്ക് വരും. അപ്പം പെട്ടെന്ന് തന്നെ അറിയും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അവർക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം നല്ല എഫക്റ്റീവായിട്ട്. അപ്പം പ്രഷറൊക്കെ കൂടി നിൽക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ മരുന്നെടുത്ത് പ്രഷർ കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം കൊച്ചു കുട്ടിയാണല്ലോ, അവരുടെ രക്തക്കുഴലൊന്നും അത്ര സ്ട്രോങ് അല്ല, അവർക്ക് അത്ര പ്രഷറൊന്നും താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പം നന്നായിട്ട് കറക്റ്റായിട്ട് മരുന്ന് കൊടുത്ത് പ്രഷർ കൺട്രോൾ ചെയ്ത്
ഈ പ്രഷറും എല്ലാം കൂടെ കൂടി കിഡ്നിക്ക് ഡാമേജും കൂടെ വന്നു. പ്രഷർ കൊണ്ട് മാത്രമല്ല ഈ യൂറിൻ കൂടെ ബ്ലഡ് വന്ന ഒരു മൾട്ടിപ്പിൾ മെക്കാനിസം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണത്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾക്ക് അത് കാരണം അതിൽ നിന്ന് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ അവർക്ക് ഫ്യൂച്ചറിൽ അതൊരു നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിസ് മാറി നെഫ്രോട്ടിക് സിൻഡ്രോത്തിലേക്ക് വരാം. അവർക്ക് പിന്നെ നേരത്തെ തന്നെ ബിപി ഉണ്ടാകാം. പിന്നെ അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ ഈ നെഫ്രൈറ്റിസ് ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം ഒക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്ന് ലോങ് ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ അവർ നാച്ചുറലി അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി അവരൊരു ലൈഫ് ലോങ് ഡയബറ്റിക് പ്രഷർ പേഷ്യൻ്റ് ആയി മാറും. പിന്നെ ഒബേസിറ്റി കാരണം കുട്ടികൾക്ക് ഒബേസിറ്റി റിലേറ്റഡ് ആയിട്ടാണ് പലർക്കും കൊച്ചുകുട്ടികൾക്ക് തന്നെ വരുന്നത്. പിന്നെ ഈ നമ്മൾ പണ്ട് ഈ പ്രായമായവർക്കുണ്ടായിരുന്ന ചേഞ്ച് ഇപ്പൊ കൊച്ചുങ്ങളിൽ തന്നെ വരികയാണ്. അതാണ്. അപ്പം ബേസിക്കലി ഏജിങ് നമ്മുടെ ബിപി എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കുഴലുകളുടെ ഏജിങ് ആണ് കാണിക്കുന്നത്. നമുക്ക് ബോഡി കലണ്ടർ ഏജ് ഉണ്ട്. പിന്നെ അത് നമ്മുടെ ബർത്ത്ഡേ വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ ബോഡി ഏജ് ഉണ്ട്. ബോഡി ഏജ് എന്ന് പറയുന്നത് നമ്മൾ കാൽക്കുലേറ്റഡ് ആയിട്ട് നമ്മളുടെ ബോഡിയിലെ ലീൻ മാസ് അതായത് മസിലിന്റെയും ബോണിന്റെയും ഇതും ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഫാറ്റ് മാസ് ലീൻ മാസ് ഫാറ്റ് മാസ് റേഷ്യോ വെച്ച് കണ്ടുപിടിക്കുന്ന കാൽക്കുലേറ്റഡ് ആയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു മെക്കാനിസമാണ്. അതിന് പല രീതിയിൽ കണ്ടുപിടിക്കാം. നമ്മൾ ഡെക്സാ സ്കാൻ ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ ഇംപെഡൻസ് മെക്കാനിസം ഉണ്ട്. നമ്മളിപ്പോൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അതിനാണ് ഏറ്റവും നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചിനാണ് നമ്മൾ മെഷർ ചെയ്യുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിന് നമ്മൾ ഇലക്ട്രിക്കൽ ഇംപെഡൻസ് മെക്കാനിസം എന്ന് പറയും. അതാണ് യൂസ് ചെയ്യുന്നത്. ഡെക്സ എന്നൊക്കെ പറഞ്ഞത് ഒന്ന് കോസ്റ്റ്ലി ആണ്. അതിന് എക്സ്റേ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമ്മൾ അത് യൂസ് ചെയ്യാറില്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഇംപെഡൻസ് മെക്കാനിസം വെച്ച് നമ്മുടെ ബോഡി ഏജ് കണ്ടുപിടിക്കുന്നുണ്ട്. അതെത്ര മിക്കവാറും ഈ പ്രായമുള്ളവർക്കും ബി പി ഉള്ളവർക്കും ഈവൻ കൊച്ചു കുട്ടികൾക്ക് ബി പി ഒബേസിറ്റിയും ഈ ബി പി ഒക്കെ ഉള്ളവർക്ക് അവരുടെ ബോഡി ഏജ് ആക്സലറേറ്റഡ് ആയിരിക്കും. ഇപ്പം 15 വയസ്സുള്ള കുട്ടിയുടെ നമ്മൾ നോക്കുമ്പോൾ 35 വയസ്സോ 37 വയസ്സോ ഒക്കെ ആയിരിക്കും ബോഡി ഏജ് കാണിക്കുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് ബോഡിയെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത് രക്തക്കുഴലുകളിലെ ഏജിങ് ആണ്. അത് നമുക്ക് സ്പെഷ്യൽ അൾട്രാസൗണ്ട് ടെക്നിക്ക് വെച്ച് നമ്മൾ യൂഷ്വലി അത് നെക്കിൽ ഒരു മേജർ ബ്രെയിനിലേക്ക് പോകുന്ന ഒരു കരോട്ടിഡ് ആർട്ടറി ഉണ്ട്. കരോട്ടിഡ് ആർട്ടറി ഇൻറ്റിമ മീഡിയ തിക്നെസ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആർട്ടറിയൽ ഏജിങ് അസസ് ചെയ്യാം. അപ്പം ചിലർക്ക് 70 വയസ്സുള്ള ആൾക്ക് ചിലപ്പം ആർട്ടറി ഏജ് 40 30 കാണുള്ളൂ. അവിടെയാണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. നമ്മളുടെ കലണ്ടർ ഏജ് 70 ആണെങ്കിലും നമ്മളുടെ ആർട്ടറിയുടെ ഏജ് അറ്റ്ലീസ്റ്റ് ഒരു 10 വയസ്സ് താഴെ 10 20 വയസ്സ് താഴെ നിർത്താൻ പറ്റണം. ബോഡിക്ക് 70 വയസ്സുണ്ടെങ്കിലും ബോഡി നമുക്ക് കലണ്ടർ ഏജ് 70 ആണെങ്കിലും നമ്മുടെ ബോഡി ഏജ് 50 നിർത്താൻ പറ്റണം. അതാണ് ശരിക്കും ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന്റെ മാർക്കർ ശരിക്കും അതാണ്. ശരിക്കും ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് പറയുകയാണെങ്കിൽ നല്ലത്. ബേസിക്കലി ഞാനൊരു പേഷ്യന്റിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ഇതൊരു 22 വയസ്സുള്ള ലേഡിയാണ്. അവരുടെ 147 സെന്റിമീറ്റർ പൊക്കവും അവരുടെ വെയിറ്റ് 78.5 കിലോയാണ്. ഈ കുട്ടിക്ക് ഏഴാമത്തെ വയസ്സിലാണ് ഈ കിഡ്നിക്ക് പ്രോബ്ലം വന്നു, നെഫ്രോട്ടിക് സിൻഡ്രോം വന്നു. അന്ന് മുതൽ അവർ ഈ സ്റ്റീറോയിഡ്സും മരുന്നുകൾ എടുത്തു തുടങ്ങി. അതായത് 15 വർഷം മുമ്പാണ് ഈ നെഫ്രോട്ടിക് സിൻഡ്രോം വന്നത്. അന്ന് മുതൽ മരുന്നെടുത്ത് 10 വർഷം ആയപ്പോഴേക്കും അവർക്ക് ഹൈപ്പർ ടെൻഷൻ തുടങ്ങി. അപ്പോൾ ഹൈപ്പർ ടെൻഷന് മരുന്നെടുക്കാൻ തുടങ്ങി. പിന്നെ ഡയബറ്റിസ് വന്നു, കൊളസ്ട്രോൾ വന്നു. എല്ലാം കൂടെ കൂടി വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് ഭയങ്കരമായിട്ട് ദേഹത്ത് നീര് കിട്ടുക, യൂറിനിൽ കൂടെ പ്രോട്ടീൻ എല്ലാം പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ കുറേ അധികം മരുന്നുകളും ഉണ്ട്. ഇതെല്ലാം ഈ ഒരു സ്റ്റേജിലാണ് ആക്ച്വലി ഈ പേഷ്യൻ്റ് എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ അന്ന് അവർ വൈൻസലോൺ എന്ന് പറഞ്ഞൊരു സ്റ്റിറോയിഡ് ടാബ്ലറ്റ് ആണ് 40 മില്ലിഗ്രാം വെച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ കൊളസ്ട്രോളിന് മരുന്നുണ്ട്, ബി പിക്ക് അറ്റനലോൾ കഴിക്കുന്നുണ്ട്. ഒരു സിംഗിൾ മെഡിസിനേ ഉള്ളൂ. പിന്നെ വേറൊരു നീര് കുറയാനും ബി പി കുറയാനും ഒക്കെ ലാസിക്സ് ഉണ്ട്, പിന്നെ മെറ്റ്ഫോമിൻ ഉണ്ട്. പലതരം മരുന്നുകൾ എടുത്തുകൊണ്ടിരുന്ന പേഷ്യൻ്റാണ്. ഒരു 21 ഇയേഴ്സേ ഉള്ളെന്ന് ഓർക്കാം. അത്രയും ചെറുപ്പമായിട്ടുള്ള കുട്ടിയാണ്. അത് വർഷങ്ങളായിട്ട് തന്നെ ഈ 10-11 വയസ്സുള്ളപ്പോൾ തന്നെ ഈ ബി പിക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിച്ചു തുടങ്ങിയ കുട്ടിയാണ്. അപ്പം ഈ കുട്ടിയെ പോലും ബേസിക്കലി നമുക്ക് വിതിൻ ഫ്യൂ വീക്സ് കൊണ്ട് തന്നെ ബി പിയുടെ മരുന്ന് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ബി പിയുടെ മരുന്നിൽ നിന്ന് മാറാൻ പറ്റി, ഡയബറ്റീസിൻ്റെ മരുന്നിൽ നിന്ന് മാറാൻ പറ്റി. വയസ്സിലുണ്ടെ ആണ് ഡോസ് കുറച്ച് കൊണ്ടുവന്ന് നമുക്ക് ഒരു 60 ഡേയ്സ് ആയപ്പോഴേക്കും തന്നെ അവർ കംപ്ലീറ്റ് മരുന്നുകളിൽ നിന്ന് മാറാൻ പറ്റി എന്നുള്ളതാണ്. ബി പി കൺട്രോൾ ചെയ്യും. പക്ഷേ ഒൺലി തിങ് ഈ കുട്ടിക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അത് ലോങ് ടൈം ഫോളോ അപ്പ് തന്നെ വേണം. സാധാരണ ഒരു പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തന്നെ സെൽഫ് മോണിറ്റർ ചെയ്ത് പോയാലും മതിയാവും. പക്ഷേ ഇതിപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും കൂടെ ഉള്ളതുകൊണ്ട് ഇവരുടെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകണം.
ആക്ച്വലി ഈ കുട്ടിയുടെ ക്രിയാറ്റിനും ഒക്കെ കൂടി തുടങ്ങിയത് അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അപ്പൊ ഇതൊരു സെക്കൻഡറി, നമ്മൾ പ്രൈമറി ഹൈപ്പർ ടെൻഷൻ, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 ഗ്രൂപ്പായിട്ട്. അപ്പൊ ഇവർക്കൊരു റീസൺ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്ക് ശരിക്കും പറഞ്ഞത് ഈ കിഡ്നി രോഗവും അതുപോലെ ഈ സ്റ്റിറോയിഡിന്റെ ഉപയോഗവും കൊണ്ടാണ് ഇവരെ ബിപി കൂടാൻ കാരണം. അപ്പൊ കിഡ്നിയുടെ രോഗം കുറെ കൺട്രോൾ ചെയ്ത് കൊടുക്കണം, അതുപോലെ മറ്റു മരുന്നുകളും കൺട്രോൾ ചെയ്ത് കൊടുക്കണം. ആ സമയത്താണ് അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇനി ഫ്യൂച്ചറിൽ അവർക്ക് കിഡ്നിക്ക് ഡാമേജ് വരാതിരിക്കാനുള്ള സാധ്യതകളും കൂടുകയാണ്, വരാനുള്ള സാധ്യതയും കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയും പ്രോബ്ലം ഉള്ളത്, അതായത് നെഫ്രോട്ടിക് സിൻഡ്രോയും ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസിനും കൊളസ്ട്രോളിനും ഒക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഷ്യന്റിന് പോലും നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുന്നത്, കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നുണ്ട്. അതായത് എല്ലാം നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആക്ച്വലി ഈ കുട്ടിക്ക് തുടങ്ങുമ്പം ഷുഗറിനും ഒക്കെ മരുന്നൊക്കെ ഉണ്ടെങ്കിലും HbA1c 7.7 ആയിരുന്നു. അത് ഡേ 90 ആയപ്പോഴേക്കും 6ലേക്ക് കൊണ്ടുവരാൻ പറ്റി. അത് പിന്നെ അത് 5.4 5.5 നമ്മളിപ്പോഴും 5.5 എത്തിക്കണം എന്നുള്ളതാണ്. അത് മരുന്നില്ലാതാണെന്ന് ഓർക്കണം. അപ്പൊ അതാണ് നമ്മൾ ഈ കറക്റ്റായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ബെനിഫിറ്റ്. ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ഈ നമ്മൾക്ക് ഈ അസുഖത്തിന്റെ ബാക്ക്ഗ്രൗണ്ടും ഡീറ്റെയിൽസും മനസ്സിലാവുകയാണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഡോക്ടർ ഡയബറ്റീസിന്റെ കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഈ ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ അത് വന്നു കഴിഞ്ഞിട്ട് അത് മെഡിസിൻ വെച്ച് മാറ്റാൻ സാധിക്കുന്നതല്ല. അത് ജീവിതശൈലി കറക്ഷനും ബാക്കി പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് എങ്ങനെയാണ് അതിൽ നിന്ന് ഒരു ഇമ്പ്രൂവ്മെൻറ്റും കംപ്ലീറ്റ് റിലീഫും കിട്ടാൻ സാധിക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അതുപോലെ തന്നെ ഈ ഡയബറ്റീസ് വരുന്നതിന് മുമ്പാണെങ്കിൽ പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, ആ സ്റ്റേജിൽ തന്നെ നമ്മൾക്ക് മരുന്നേ ഇല്ലാതെ ഈ ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് കിടക്കുന്ന ഒരാൾക്ക് അതിൽ നിന്ന് മാറാൻ സാധിക്കും വിത്ത് കറക്റ്റ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ട്രീറ്റ്മെന്റ് എന്നാണ് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP ആണെങ്കിലും ഒരു പ്രീ ഹൈപ്പർ ടെൻസീവ് സ്റ്റേറ്റ് ഉണ്ട്. ആ പ്രീ ഹൈപ്പർ ടെൻസീവ് സ്റ്റേറ്റിൽ തന്നെ നമ്മൾക്ക് അറിയാൻ പറ്റും ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP കുറച്ച് കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ആ സ്റ്റേജിൽ തന്നെ അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ BP വരാതെ തന്നെ മരുന്ന് കഴിക്കാതെ തന്നെ പോസിബിൾ ആണോ ഇല്ലയെന്നുള്ളത് നമ്മളെല്ലാവരും അറിയണം. ഏത് ഹൈപ്പർ ടെൻഷനിലേക്ക് കടക്കാതെ തന്നെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും വിത്ത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വിത്തൗട്ട് മെഡിക്കേഷൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ശരിക്കും പേഷ്യൻസ് എന്താണ് മനസ്സിലാക്കേണ്ടത്? പെട്ടെന്നൊരു ദിവസം ബി പി അങ്ങ് കൂടുമല്ലല്ലോ. എപ്പോഴും ആദ്യം നമ്മളൊരു 120/80 ആണ് നോർമലായിട്ട് എടുക്കുന്നത്. ഒരു 130/90 ആ റേഞ്ചിലേക്കൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഇത് കൂടാൻ തുടങ്ങുള്ളൂ. ഇപ്പോൾ 130/90 വരുമ്പോൾ തന്നെ നമ്മൾ സെൽഫായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്ത് നമ്മൾ ആദ്യം നോക്കുക ഓവർ വെയിറ്റ് ഉണ്ടോ എന്ന് നോക്കുക. ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം എല്ലാവരുടെയും നമ്മുടെ മലയാളിയുടെ എല്ലാവരും അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-20 കിലോ, ഒരു 20 കിലോ ഒരു ഓവർ വെയിറ്റ് ഉള്ള ഒരാളെയാണ് അവർ നോർമലായിട്ട് കാണുന്നത്. അപ്പൊ ആ നില നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ഹൈറ്റ് എത്ര സെന്റിമീറ്റർ ഉണ്ടോ -110 ആണ് നമുക്ക് ഐഡിയലി ആകാവുന്ന ഒരു വെയിറ്റ്, ഒരു ഹെൽത്തി വെയിറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഹൈറ്റ് -100 എന്നുള്ളത് ഒരാൾക്ക് മാക്സിമം ആകാവുന്നതാണ്. അത് ശരിക്കും യൂറോപ്യൻ സ്റ്റാൻഡേർഡ്. അത്രയും ഹൈറ്റ് ഇപ്പം 160 സെന്റിമീറ്റർ ഉള്ള ആൾക്ക് 60 കിലോ ആകുമ്പോഴേക്കും തന്നെ അവർക്ക് പലർക്കും രോഗമായിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ നോക്കാത്തതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടാവും. പ്രഷറോ ഷുഗറോ ഒന്നും നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കില്ല. നമുക്ക് അസ്വസ്ഥത വരാൻ, പ്രഷറും ഷുഗറും ഒക്കെ കൊണ്ട് അസ്വസ്ഥത വരാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ പ്രഷറും ഷുഗറും ഒക്കെ കൊണ്ട് രക്തക്കൊഴലുകളൊക്കെ ഡാമേജ് ആയി ഓരോ അവയവങ്ങൾ നശിച്ചു കഴിഞ്ഞ്, അത് നശിച്ചു കഴിഞ്ഞ അവയവങ്ങൾ നശിക്കാൻ തുടങ്ങുമ്പോഴും നമുക്ക് സിംറ്റം വരികയില്ല. അപ്പോൾ പ്രഷർ കൊണ്ടും ഷുഗർ കൊണ്ടും വരുന്നത് കിഡ്നി ഫെയിൽ ചെയ്ത് കിഡ്നിയുടെ 5th സ്റ്റേജിൽ എത്തുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ. അതുപോലെ ലിവറിന്റെ ആണെങ്കിലും ഫാറ്റി ലിവർ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ലിവർ സിറോസിസോ സ്റ്റേജ് 1 സ്റ്റേജ് 2 ഒന്നും നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും പറയും സ്റ്റേജ് 5 ലിവർ, ഇന്നൊരു പേഷ്യന്റ് പറയുന്നത് സ്റ്റേജ് 5 ഫൈബ്രോസിസ് സ്റ്റേജ് 4 ആണ്. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളത്. അതങ്ങനെയാണ്. നമ്മൾ ലിവർ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാലേ വരുള്ളൂ. ഈവൻ ഈ ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി വരുമ്പം കാഴ്ച ഏതാണ്ട് കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ സെൻട്രൽ ഫോവിയയിലേക്ക് എത്തിക്കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ബുദ്ധിമുട്ട് വരുള്ളൂ. നമുക്ക് കാഴ്ചയിൽ ബുദ്ധിമുട്ട് വരുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ മോഡേൺ മെഡിസിനിൽ ഒത്തിരി ഇപ്പോഴത്തെ ഡയഗ്നോസ്റ്റിക് ഫെസിലിറ്റി ഒക്കെ ഉപയോഗിച്ച് നമ്മൾ നേരത്തെ കണ്ടെത്തി നേരത്തെ തന്നെ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്
ഈവൻ കണ്ടെത്തി സ്വയം തന്നെ തിരുത്താൻ നോക്കുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ വൺസ് മെഡിക്കേഷനിലൊക്കെ എത്തി ലോങ് ടൈം ആയിട്ട് 10-20 വർഷമൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ഒരു 3-4 ബി പി മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സെൽഫായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുക. സ്വന്തം ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ടൊന്നും പറ്റാതെ വരും. അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊടുത്ത് അവരെ അതിൽ നിന്ന് പ്രഷറും എല്ലാം മോണിറ്റേർഡ് ആയിട്ട് മരുന്നുകളൊക്കെ കുറച്ച് കൊണ്ടുവന്ന് നിർത്തി അത് മെയിൻറ്റെയിൻ ചെയ്ത് അവരെ അതെങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ബി പി കൂടി പോകാതെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ. ഒരു CSLC ക്യാപ്പ് എന്നാണ് ഞാൻ ബേസിക്കലി അതാണ് ചെയ്യുന്നത്. അപ്പം ഈ ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ അതിനിപ്പോൾ ഒരു രോഗം എന്നല്ല, ഇപ്പം ഡയബറ്റിസ് പ്രഷറുള്ള ഒരാൾക്ക് അയാൾ അതിൻ്റെ കൂടെ 3-4 കാര്യങ്ങളും കൂടെ ഉണ്ടെങ്കിലും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് എല്ലാത്തിനും മാറ്റം കിട്ടുമെന്നുള്ളതാണ്. ശരിക്കും ഈ ബിപിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇങ്ങനെ വർഷങ്ങളായിട്ട് ഹൈപ്പർ ടെൻഷൻ ഉള്ളവരുടെ കേസിൽ അവർക്ക് ഇതിൽ നിന്ന് റിലീഫ് കിട്ടി, അവർക്ക് ഈ മരുന്നുകൾ കുറച്ച് അത് പോസിബിളി നിർത്താൻ സാധിക്കുന്നതാണെങ്കിൽ നിർത്തി അവർക്ക് കണ്ടിന്യൂ ചെയ്യാം നോർമലി എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. അത് ശരിക്കും എങ്ങനെയാണ് ഒരു ഡോക്ടറിന്റെ എക്സ്പീരിയൻസിൽ നിന്ന് എങ്ങനെയാണ് അത് പറയുന്നത്? നമ്മളിപ്പം അങ്ങനെ പറയാൻ ഞാനൊരു പേഷ്യൻ്റ് എക്സ്പീരിയൻസ് തന്നെ പറയാം. പേഷ്യൻറ്റിൻ്റെ എപ്പോഴും നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴാണല്ലോ ഇത് വരുന്നത്. അപ്പം എനിക്ക് വരുന്ന പേഷ്യൻസ് പലരും പല മൾട്ടിപ്പിൾ രോഗങ്ങളുണ്ടാവും, ഒരൊന്നും ആയിരിക്കില്ല. അപ്പം ഇദ്ദേഹം ശരിക്കും ഇതൊരു 69 ഓൾഡ് മാനാണ്. 69 വയസ്സ്, 167 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 67 കിലോയേ ഉള്ളൂ. ശരിക്കും നമ്മൾ അപ്പർ നോർമൽ എല്ലാവരും നമ്മൾ നോർമലായിട്ട് കണക്കാക്കുന്ന ഒരാളാണ്. അദ്ദേഹം 15 വർഷമായിട്ട് പ്രഷറുണ്ട്, കൊളസ്ട്രോളും ഉണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. 15 വർഷമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. മരുന്നുകളുടെ എണ്ണം അദ്ദേഹം കഴിക്കുന്നത് ടെൽമിസാർട്ടാൻ ഉണ്ട്, മിനിപ്രസ് ഉണ്ട്, നെവിബിലോൾ ഉണ്ട്. 3 ഗ്രൂപ്പിൽപ്പെട്ട മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അതുപോലെ റോസുവാസ്റ്റാറ്റിനും കഴിക്കുന്നുണ്ട്. ഈ മരുന്നുകളെല്ലാം കഴിച്ചാലും അദ്ദേഹത്തിന് ബി പി അത്ര കൺട്രോളൊന്നുമല്ല. 160/90 ഉണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അത് എപ്പോഴും തന്നെ അങ്ങനെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം അത്ര പ്രശ്നങ്ങളെ കണ്ടിട്ടുള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ ക്രിയാറ്റിനും കൂടി തുടങ്ങി. ആക്ച്വലി അദ്ദേഹം എൻ്റെ അടുത്ത് വരാനും കാരണം അദ്ദേഹം ക്രിയാറ്റിനിൻ നോക്കിയപ്പം 1.2 കൂടി. അപ്പോൾ കിഡ്നിയെ ബാധിച്ചിട്ടുണ്ട്. അപ്പം പ്രഷർ കൊണ്ട് വരുന്ന ഒരു മേജർ പ്രശ്നമാണല്ലോ ബി പി കൂടുക എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ അത് ലേക്ക് വന്നിട്ടുണ്ട്. കിഡ്നിക്ക് ബാധിച്ചു തുടങ്ങി. അത് പിന്നെ വേറെ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. നമ്മൾ നോക്കുമ്പം ബി പി ഇത്ര പ്രായമില്ലേ, അപ്പം BPH, പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേസിയ ഉണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, പിന്നെ കുറച്ച് വെരിക്കോസ് വെയിൻ ഉണ്ട്, ആർത്രൈറ്റിസ് ഉണ്ട്. ഈവൻ അദ്ദേഹം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോഴേക്കും പ്രീ ഡയബറ്റിക് ആണ്. പിന്നെ കുറച്ച് കാർഡിയാക് മാർക്കേഴ്സ്, ഹോമോസിസ്റ്റിന്, HSCRP ഒക്കെ കുറച്ച് കൂടുതലുണ്ട്. കാരണം ബി പി ഉള്ള ആളാണല്ലോ. ഈവൻ നമ്മൾ ഒരു എക്കോ കാർഡിയോഗ്രാം നോക്കും, അതിനകത്തും ഈ ഹാർട്ടിൻ്റെ മസിലിൻ്റെ ഹൈപ്പർട്രോഫി വന്നിട്ടുണ്ട്. പിന്നെ CIMT നമ്മൾ ഈ ആർട്ടറിയൽ ഏജിങ് നോക്കുന്ന അതിനകത്താണേലും ആർട്ടറി തിക്കനിങ് വന്നിട്ടുണ്ട്. അപ്പം മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ നമ്മൾ ബേസിക്കലി വളരെ ഫാസ്റ്റായിട്ട് തന്നെ വളരെ കറക്റ്റായിട്ട് നോക്കുന്ന പേഷ്യൻ്റായിരുന്നു. 15th ഡേ വരുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ബി പിയുടെ മരുന്നുകളെല്ലാം നിർത്തി. അപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പേഷ്യൻറ്റിനെ കൊണ്ട് 4 നേരം ബി പി നോക്കിക്കും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഡേ മുതൽ തന്നെ ബി പിയുടെ മരുന്ന് കുറച്ചുകൊണ്ട് വരണം, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ചിലപ്പോൾ ക്ഷീണം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലായിട്ട് നിൽക്കുന്ന നമ്മുടെ മെറ്റബോളിസം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡി വളരെ അഡ്ജസ്റ്റബിൾ ആണ്. അപ്പോൾ വളരെ ഫാസ്റ്റ് റെസ്പോണ്ടിങ് ആണ്. അപ്പോൾ ഈ ബി പി പേഷ്യൻസ് കറക്റ്റായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഇത്ര ഓവർ വെയിറ്റും ഉള്ള ആളല്ല. അപ്പം വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്. അപ്പം നമ്മൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ നോക്കി ബി പി നോർമൽ ആണെങ്കിൽ ആദ്യം ഒരു മരുന്ന് കുറച്ച്, സെക്കൻഡ് മരുന്നിൻ്റെ ഡോസ് കുറച്ച്, അങ്ങനെ പലർക്കും ഒരു മരുന്ന് 2 മരുന്നൊക്കെ ഉള്ളെങ്കിൽ ഒരു 8th ഡേ വരുമ്പോഴേക്കും തന്നെ മരുന്ന് തീർന്നിട്ടുണ്ടാകും. ഇദ്ദേഹത്തിന് 3 മെഡിസിൻസ് ഉണ്ടായിരുന്നു. അപ്പം 15th ഡേ വന്നപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ മെഡിസിൻസ് എല്ലാം തീർന്നു. പിന്നെ ബേസിക്കലി ഇതിലാണേലും അവരുടെ ബോഡി ചേഞ്ചും കൂടെയാണ്. ബോഡി കറക്റ്റ് ആവണം. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ നമ്മൾ ബോഡിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് 67 കിലോ ആണ്. അപ്പം 3 months ആയപ്പോഴേക്കും അദ്ദേഹം 56 കിലോയിലേക്ക് കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് ഏകദേശം അദ്ദേഹത്തിൻ്റെ ഒരു 2021 BMI വരുന്നത്. അതാണ് ഒരു ഐഡിയലായിട്ട് നിലനിർത്തേണ്ടത്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ആദ്യം കുറച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ അദ്ദേഹം ഒരു 180, 270 ആയപ്പോൾ 9 months ആയപ്പോഴേക്കും അദ്ദേഹത്തിന് 58 ഉണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബി പി നോർമലായിട്ട് തന്നെ നിൽക്കുന്നു, ഒരു മരുന്നുമില്ലാതെ. അപ്പോൾ കൊളസ്ട്രോളും അതുപോലെ തന്നെ, അപ്പോഴേക്കും ബി പിയും കൊളസ്ട്രോളും കൺട്രോളായി. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റമാണ് കറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഹോർമോൺ ബാലൻസും അതിൻ്റെ ഇമ്മ്യൂണോളജിക്കൽ ബാലൻസും കറക്റ്റ് ചെയ്യുമ്പം
ആ ബോഡി കോമ്പോസിഷനിൽ തന്നെ ആ വ്യത്യാസം വരണം. അപ്പം ഈ രോഗങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹമൊക്കെ ഇത്ര വർഷങ്ങളായിട്ട് ബിപിക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നവരാ. അവർക്ക് പോലും പറ്റുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യും. ഇപ്പം ഡോക്ടർ പറഞ്ഞത് ഇന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വർഷങ്ങളായിട്ട് ബിപിക്ക് മരുന്ന് കഴിക്കുന്നവര് പലപ്പോഴും അവര് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആദ്യം കുറച്ച് മരുന്ന് ഏതെങ്കിലും ഒരു ടാബ്ലറ്റ് വെച്ച് തുടങ്ങി, അല്ലെങ്കിൽ ഒരു മരുന്ന് വെച്ച് ഡ്രഗ് വെച്ച് തുടങ്ങി. അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ അതിൻ്റെ ഡോസ് കൂട്ടി, പിന്നെ അഡീഷണൽ ആയിട്ട് മെഡിസിൻസ് ചേർത്തു. ഇതെല്ലാം ഈ ബിപിയുടെ ഈ നമ്പർ താത്താനായിട്ടാണ് ഇത് ഇങ്ങനെ കൂടി കൂടി വരുന്നത്. ചിലർ 3 ടൈപ്പ് മെഡിസിനും ഒക്കെ ആയിരിക്കും കഴിക്കുന്നത്. 3ഉം 4ഉം ഒക്കെ കഴിക്കും. അപ്പോൾ അവര് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെ മരുന്ന് കൂട്ടിക്കൊണ്ട് പോകേണ്ടി വരികയാണെങ്കിൽ അത് അവരുടെ ആ ആരോഗ്യസ്ഥിതിയെ പറ്റിയും അല്ലെങ്കിൽ അവരുടെ അസുഖത്തെ പറ്റി എന്താണ് അവർ മനസ്സിലാക്കേണ്ടത്? ഈ അസുഖം കൂടിക്കൊണ്ടിരിക്കുകയാണോ? അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണോ ഈ അഡീഷണൽ ആയിട്ട് മരുന്നുകൾ കൂട്ടിക്കൊണ്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരുന്നത്? അപ്പോൾ ഈ കാര്യത്തെപ്പറ്റി ശരിക്കും പേഷ്യൻസ് എങ്ങനെയാണ് അവരുടെ ട്രീറ്റ്മെന്റിനെ പറ്റി മനസ്സിലാക്കുന്നത്? ബിപിക്ക് മരുന്ന് കഴിക്കുന്ന ഒരാൾ എല്ലാവർക്കും അറിയാവുന്ന, ഞാൻ പറയേണ്ട കാര്യമില്ല. എല്ലാവർക്കും അറിയാം, വൺസ് മരുന്ന് തുടങ്ങിയാൽ പിന്നെ അത് ജീവിതകാലം മുഴുവൻ എടുക്കണം. അത് കൃത്യസമയത്ത് കഴിക്കണം. അല്ലെങ്കിൽ അവർക്ക് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പെട്ടെന്ന് ഒരു സമയത്ത് ഷൂട്ടപ്പ് ചെയ്ത് ബിപി ഷൂട്ടപ്പ് ചെയ്യുമ്പോൾ ബിപി കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹാർട്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് വർക്ക് ചെയ്യണം. അതുകൊണ്ടാണ് ഹാർട്ടിന് അറ്റാക്ക് വരുന്നത്. പിന്നെ ബ്രെയിനിൽ സ്ട്രോക്കാണ് പിന്നെ അടുത്തതായിട്ട് വരുന്നത്. ബ്രെയിനിൽ സ്ട്രോക്ക് അതാണ് 2 എമർജൻസീസ് വരുന്നത്. അതായത് ബിപി കൂടിയാൽ എന്ത് പ്രശ്നം വരും എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും എമർജൻസി വന്നൊരു എൻഡ് സ്റ്റേജ് എത്തും നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയിൽ മാത്രമാണ് നമ്മളെപ്പോഴും ട്രീറ്റ്മെന്റിന് റെഡിയാക്കുന്നത്. അതുവരെ നമ്മൾ ഉഴപ്പി നടക്കും. അപ്പം അതിൽ ഏറ്റവും പ്രധാനം സ്ട്രോക്ക് വരിക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഹാർട്ട് അറ്റാക്ക്. ഇത് രണ്ടും പ്രഷർ കൂടുമ്പോൾ സംഭവിക്കാവുന്ന ഇതാണ്. അപ്പൊ അതിലേക്ക് പോകാതെ നമ്മൾ രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരുത്താതെ നിൽക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം രക്തക്കുഴലുകൾക്ക് ഡാമേജ് വരാതിരിക്കാൻ പ്രഷർ കുറച്ച് നമ്മൾ ക്രോണിക് ആയിട്ട് പ്രഷർ കുറച്ച് നിൽക്കുന്നതിൽ കൊണ്ട് രക്തക്കുഴലുകളുടെ ഡാമേജിനെ ഒന്നും തടയാൻ പറ്റൂല. അതുപോലെ ഓർഗൻ ഡാമേജിനെ തടയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്കും കണ്ണിന് റെറ്റിനോപ്പതി വന്ന് കാഴ്ച പോകുന്നതും, അതുപോലെ കൃത്യമായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും കാലിൽ ലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞ് വ്രണങ്ങൾ വരുന്നതും, അതുപോലെ കിഡ്നിക്ക് ഡാമേജ് വരുന്നതും, ഹാർട്ട് അറ്റാക്ക് വരുന്നതും സ്ട്രോക്ക് വരുന്നതും ഒക്കെ ഇതൊക്കെ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇതൊക്കെ തന്നെ വരുന്നുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എമർജൻസി സിറ്റുവേഷനിൽ നമ്മൾ മരുന്ന് കഴിക്കണം. ഇപ്പൊ പെട്ടെന്ന് ഒരാൾക്ക് പ്രഷർ കൂടിയെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ബ്രെയിനിനെയും ഹാർട്ടിനെയും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് മരുന്ന് കൊടുത്തത് കൺട്രോൾ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്ഷനിലേക്ക് പോകണം. അവിടെയാണ് അതിന്റെ ശരിയായ സൊല്യൂഷൻ ഇരിക്കുന്ന ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. അതിപ്പം ഒരു ഫുഡ് അഡ്വൈസ് വന്നു പറഞ്ഞു സോഡിയം കുറച്ചെന്ന് പറഞ്ഞതുകൊണ്ടോ, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് സോഡിയം ശരിക്കും പറഞ്ഞ ഡാഷ് ഡയറ്റ് എന്നും പറഞ്ഞുണ്ട്. അത് നമുക്ക് ഡയറ്ററി അപ്രോച്ച് ടു പ്രിവെന്റ് ഹൈപ്പർ ടെൻഷൻ എന്നുള്ളതാണ്. അതാണ് നമ്മൾ പ്രിവെൻഷൻ ആണെങ്കിലും ട്രീറ്റ്മെന്റിനാണെങ്കിലും ഡാഷ് ഡയറ്റ് ആണ് പറയുന്നത്. പക്ഷെ ഒരു ഡാഷ് ഡയറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അത് പ്രായോഗികമാക്കാൻ പലർക്കും പറ്റുന്നില്ല. അപ്പൊ ആ പ്രായോഗികമാകാൻ പറ്റാത്തവരാണ് ഈ മരുന്നുകളിലേക്ക് പോകേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ട് ക്ലിനിക്കലി സപ്പോർട്ടോടെ ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുത്ത് മോണിറ്ററിങ് ആയതുകൊണ്ട് കൂടി ഈ മരുന്നുകളെല്ലാം കുറച്ച് നമ്മൾ നിർത്തി നമ്മൾ പിന്നെ അത് സ്വയം മാനേജ് ചെയ്യാനായിട്ട് പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മളിതിനകത്ത് ചെയ്യേണ്ടത്. ഒരിക്കലും മരുന്ന് കൊണ്ട് നമ്മൾ ഫ്യൂച്ചറിൽ വരാവുന്ന കോംപ്ലിക്കേഷനോ ഓർഗൻ ഡാമേജോ ലോങ് ടൈം ഉള്ളതിന് വരുന്നില്ല. പക്ഷെ ഷോർട്ട് ടൈം ഉള്ളതിന് ഭയങ്കര ബെനിഫിഷ്യലാണ്. ഷോർട്ട് ടൈം പെട്ടെന്ന് നമ്മുടെ പ്രഷർ ഒരു 200, 110 ആ റേഞ്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ള ഒരു ബ്രെയിൻ രക്തക്കുഴലുകൾ പൊട്ടി ബ്ലീഡിങ് വരാനോ ഹാർട്ടിന് അറ്റാക്ക് വരാനോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ കുറയ്ക്കും. പക്ഷെ ലോങ് ടൈം അതിന് അത്ര ബെനിഫിറ്റ് വരുന്നില്ല. അവിടെയാണ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ഇമ്പോർട്ടൻസ്. ഈ ബിപിയുടെ മരുന്ന് കഴിക്കുന്നവർ പലപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ മരുന്ന് കഴിച്ച് ഹാർട്ടിനോ അല്ലെങ്കിൽ സ്ട്രോക്ക് വഴി ബ്രെയിനിനോ അല്ലെങ്കിൽ കിഡ്നിക്കോ ലിവറിനോ ഒക്കെ ഡാമേജ് വരാതിരിക്കുക എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ മരുന്ന് കഴിച്ച് ആ ഈ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കുക എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിസ്ക് ഹാർട്ടിനുള്ള റിസ്ക് ആണെങ്കിലും ബ്രെയിൻ സ്ട്രോക്കിനുള്ള റിസ്ക് ആണെങ്കിലും കിഡ്നിയുടെയും ലിവറിൻ്റെയും ഒക്കെ ആരോഗ്യത്തിൻ്റെ റിസ്ക് ആണെങ്കിലും ഈ റിസ്കുകൾ നേരിട്ട് നമ്മൾക്ക് എത്രമാത്രം കുറയ്ക്കാൻ സാധിക്കുമോ മരുന്നുകൾ കൂടാതെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് ഈ റിസ്ക് കുറയ്ക്കാനാണ്. അപ്പം മരുന്നുകൾ കൂടാതെ എങ്ങനെ റിസ്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്.
അപ്പം എന്താണ് ശരിക്കും പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത്? ഈ ഹാർട്ടിനും ബ്രെയിനിനും കിഡ്നിക്കും ലിവറിനും ബി.പി കാരണം റിസ്ക് കുറയ്ക്കുന്നതിൻ്റെ ഒരു ആവശ്യത്തിലേക്ക് മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ മരുന്നില്ലാതെ തന്നെ ഈ റിസ്ക് കുറയ്ക്കാൻ എന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക? നമ്മുടെ ഈ പ്രോബ്ലംസിനെല്ലാം ഞാൻ പറഞ്ഞ മെറ്റബോളിക് ഡിസോർഡറിലാണ് ഇതെല്ലാം വരുന്നത്. പ്രഷർ വരുന്നത്, ഡയബറ്റീസ് വരുന്നത്, ഇങ്ങനെ അതുപോലെ കിഡ്നി ഡിസീസ് വരുന്നത്, ഇതെല്ലാം മെറ്റബോളിക് ഡിസോർഡറിന്റെ ഒരു അഗ്രഷനായിട്ട് വരുമ്പോഴാണ്. ഞാൻ അതിനൊരു പേഷ്യന്റിന്റെ തന്നെ ഒരു മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു പേഷ്യന്റ് തന്നെ പറയാം. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതിനേക്കാളും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉള്ളത് പറയാം. അവർക്ക് എന്ത് ബെനിഫിറ്റ് വന്നെന്ന് കാണുമ്പം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഈ കുറേ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും എന്ത് ബെനിഫിറ്റ് വരുന്നു എന്ന് നോക്കാം. ഇതൊരു 70 വയസ്സുള്ള പേഷ്യൻ്റാണ്. അദ്ദേഹത്തിന് 167 സെൻറ്റിമീറ്റർ പൊക്കവും 79 കിലോ ആണ് അദ്ദേഹത്തിൻ്റെ തൂക്കം. 79.2. ഓക്കെ. അദ്ദേഹം കുറേ ബി.പിക്ക് വേണ്ടിയിട്ട് കുറേ അധികം മരുന്ന് കഴിക്കുന്നുണ്ട്. ഇവർ ഫൈനലി ആക്ച്വലി എൻ്റെ അടുത്ത് വരുമ്പം കുറേ രോഗങ്ങളുണ്ടെങ്കിലും ബി.പി എത്ര മരുന്ന് എടുത്തിട്ടും കൺട്രോൾ ആകുന്നില്ല എന്നുള്ളതിനാണ് ഇവർ വരാൻ കാരണം. അപ്പം ഇദ്ദേഹം ബി.പിക്ക് എടുക്കുന്നത് പ്രസോസിൻ എടുക്കുന്നുണ്ട്, 2 നേരമുണ്ട്. അതുപോലെ ഓൾമിസാർട്ടാൻ എടുക്കുന്നുണ്ട്, മിനോക്സിഡിൽ എടുക്കുന്നുണ്ട്, മെറ്റപ്രലോൾ എടുക്കുന്നുണ്ട്, നെബുലോൾ എടുക്കുന്നുണ്ട്. അപ്പം ഇത്ര അധികം മെഡിസിൻസ് ആണ്. അതുകൂടാതെ അദ്ദേഹം ഒരു SLE എന്ന് പറഞ്ഞൊരു രോഗം കൂടെ ഉണ്ട്. ANA പോസിറ്റീവ് ആയിരുന്നു. അതിനുവേണ്ടി അതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും ഉണ്ടായിരുന്നു. അതായത് ആർത്രൈറ്റിസും കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് HCQ എടുക്കുന്നുണ്ട്, പിന്നെ സ്റ്റിറോയിഡ് എടുക്കുന്നുണ്ട്, പിന്നെ BPHന് മരുന്ന് എടുക്കുന്നുണ്ട്, CKDക്ക് കിഡ്നിക്ക് ഫെയിലിയറിന് വേണ്ടിയിട്ട് മറ്റേ സ്റ്റിറോയിഡും. അത് മാത്രമല്ല, ആക്ച്വലി മെക്കോഫെനേറ്റ് എന്ന് പറഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേറൊരു ഇമ്യൂണോ സപ്രസൻറ്റും കൂടെ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം പിന്നെ റിനോസേവ് എന്ന് പറഞ്ഞുണ്ട്. സോ ഒരു 15ഓളം മരുന്നുകളുണ്ട് അദ്ദേഹം എടുക്കുന്നത്, ഇൻക്ലൂഡിങ് ആസ്മയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി എന്തോരം മരുന്നുകളാണ്. പിന്നെ റോസുവാസ്റ്റാറ്റിൻ ഉണ്ട്, ക്ലോപ്പിഡോഗ്രലുണ്ട്, സോ മെനി മെഡിസിൻസ് എടുക്കുന്ന ആളാണ്. അപ്പം ഇതെല്ലാം ചെയ്തിട്ടും ഇദ്ദേഹത്തിൻ്റെ ബി.പി നമ്മൾ നോക്കുമ്പം കൺട്രോൾഡ് അല്ല, 100ന് മുകളിലൊക്കെയാണ് നിൽക്കുന്നത്. ആ സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി കഴിഞ്ഞിട്ടും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ആക്ച്വലി ഏകദേശം ഡേ 90 ആയപ്പോഴേക്കും എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് വരാം. എല്ലാ മെഡിസിൻസ് ഈ സ്റ്റിറോയിഡിന് വേണ്ടി മറ്റേ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് SLEക്ക് വേണ്ടിയിട്ടും ഇത് ഇത്രയധികം മെക്കോഫെനോറ്റ് മുതലുള്ള സ്റ്റിറോയിഡും HCക്കും എല്ലാം കുറച്ച് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. ബി.പിയുടെ മരുന്ന് ഐ തിങ്ക് അറൗണ്ട് 60 ഡേയ്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബി.പിയുടെ മരുന്നുകളെല്ലാം തന്നെ ഡേ 60 ആയപ്പോഴേക്കും നിർത്തി. ആകെ ഒരു ഇടയ്ക്ക് മാത്രം ഇദ്ദേഹത്തിന് ഇച്ചിരി ഒരു പ്രോബ്ലം കൂടെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ട്രൊപ്പോണിൻ, അതായത് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് ഫാക്ടർ ആയിട്ടുള്ളതാണ്. ട്രൊപ്പോണിനും കൂടി കൂടുതലായിരുന്നു. അതുകൊണ്ട് നമ്മൾ പതുക്കെയാണ് ബി.പിയുടെ മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്നത്. മറ്റേ ഒരു ബിസപ്രലോൾ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ബീറ്റിൻ്റെ നമ്പർ ബീറ്റിൻ്റെ കുറച്ച് നിർത്താനായിട്ടുള്ള മരുന്ന് മാത്രമാണ് പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് മാത്രം കണ്ടിരുന്ന ഒരു പ്രത്യേകത ഞാൻ കണ്ടത്, രാത്രി ഇപ്പോൾ വൈഫ് പറയും ഇവർക്ക് ബി.പി ഒക്കെ കൺട്രോളിലാണെങ്കിലും വൈഫിന് പേടിയാണ്, അതുകൊണ്ട് രാത്രി പോയി ഒരു ബി.പി നോക്കും. അന്നേരം ചിലപ്പോൾ ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് മാത്രം എടുക്കാനായിട്ട് നിഫിഡിപ്പിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബി.പി എപ്പോഴെങ്കിലും നൈറ്റ് കൂടുതലാണെന്ന് കണ്ടാൽ, അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ബി.പി കൂടുതലുണ്ടെങ്കിൽ മാത്രം എടുക്കാൻ ഉള്ള ഒരു നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റി. അത് മാത്രമല്ല, മറ്റുള്ള BPHൻ്റെ മുതൽ ഉള്ള മരുന്നുകൾ എല്ലാം കുറച്ചുകൊണ്ട് വന്ന് ഒരു ഹെൽത്തി പേഴ്സൺ ആക്കാൻ പറ്റിയെന്നുള്ളതാണ് അതിൻ്റെ. അത് 70 വയസ്സും വർഷങ്ങളായിട്ട് ഇതൊക്കെ എടുത്തുകൊണ്ടിരുന്ന ആളാണെന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡിയിൽ വന്ന ചേഞ്ചും കൂടെ നമ്മൾ നോക്കണം. ഇതൊക്കെ നമ്മൾ അതിൻ്റെതായ ഒരു ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനും ഫുഡ് കൺട്രോൾ ചെയ്യാനും ഉള്ള ഒരു എഫേർട്ടും കൂടെ വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വെയിറ്റ് 79 kgന്ന് 90 ഡേയ്സിൽ ആയപ്പോഴേക്കും 67ലേക്ക് വന്നു. അതുപോലെ ഐ തിങ്ക് ലാസ്റ്റ് അദ്ദേഹം വരുമ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് 61ലേക്ക് കൊണ്ടുവന്നു. നമ്മൾ അറൗണ്ട് 58 to 60 ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് പോകുമ്പം എപ്പോഴെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരികയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത്തിരി ബി.പി കൂടാം. അപ്പം അത് കണ്ട് മനസ്സിലാക്കി ഈവൻ അങ്ങനെ ഒരു സാഹചര്യം വരുന്നതിന് മുമ്പ് തന്നെ എടുക്കുക. അല്ലെങ്കിൽ എപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫീവറോ ഇദ്ദേഹത്തിന് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും കൂടെ ഉള്ളതാണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പം ആ സമയത്ത് എടുക്കാനായിട്ടും കൂടെയാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത്, അത് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് സ്മൂത്തായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ ആയി. 1 ഇയറിൻ്റെ റിവ്യൂവിന് വരുമ്പോഴേക്കും അത് നമ്മൾ മന്ത്ലി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാം ഫൈനായിട്ട് പോകുന്നുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായത്,
ബി പിയുടെ നമ്പറുകൾ കൂടുമ്പോൾ അത് കുറയ്ക്കുക അല്ലെങ്കിൽ അത് കൺട്രോളിൽ വരുത്തുക എന്നുള്ളത് ശരിക്കും ഒരു ഇടക്കാല സ്റ്റെപ്പാണ്, ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്പാണ്. ശരിക്കും ബി പിയുടെ നമ്പേഴ്സ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കാരണം എന്താണാവോ അത് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലായത്. അല്ലാതെ ബി പിയുടെ നമ്പർ കുറച്ച് നിർത്താനുള്ള ട്രീറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് അല്ല, അത് ഒരു ടെമ്പററി സ്റ്റേജ് മാത്രമാണ് എന്നുള്ളതാണ് ബി പി ഉള്ള പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത്. രോഗകാരണം മനസ്സിലാക്കി പ്രബുദ്ധരാക്കുക. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രോഗങ്ങളെ മാറ്റുക. കൂടുതൽ ഹെൽത്ത് വീഡിയോകൾക്കും ശാസ്ത്രീയമായ ജീവിതശൈലി ക്രമീകരണ അറിവുകൾക്കുമായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയ ശേഷം ബെൽ ബട്ടൺ അമർത്തുക.